നമസ്കാരം. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ചരക്ക് സേവന നികുതിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദമേറുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്ത്. രാജ്യത്തെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ പെട്രോൾ, ഡീസൽ തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് GST ഏർപ്പെടുത്തണം എന്നാണ് വ്യവസായ വാണിജ്യ സമൂഹം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജൂൺ 22-ാം തീയതി നടക്കാൻ പോകുന്ന GST കൗൺസിലിന്റെ 53-ാമത്തെ യോഗത്തിൽ ഈ വിഷയം അവതരിപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പൊതു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ GST കൗൺസിൽ യോഗം ചേരുന്നത്. പുതിയ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമുള്ള ആദ്യത്തെ യോഗമാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, മദ്യം, റിയൽ എസ്റ്റേറ്റ്, വൈദ്യുതി തുടങ്ങിയ മേഖലകളെ കൂടി ചരക്ക് സേവന നികുതിയുടെ പരിധിയിൽ കൊണ്ടുവരും എന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നത്. അതിന് മുൻകൈ എടുക്കുമെന്ന് കൂടി അവർ പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ എതിരഭിപ്രായമുള്ള ചില സംസ്ഥാനങ്ങളുമുണ്ട്. അവരുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള നടപടി എടുക്കുമെന്ന് കൂടി നിർമ്മല സീതാരാമൻ അന്ന് പറഞ്ഞിരുന്നു. കേരളം ഇതിനെ എതിർക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അന്തിമ തീരുമാനം എടുക്കുന്നതിൽ കേരളത്തിന്റെ നിലപാട് വളരെ നിർണായകമാകും. ഓൺലൈൻ ഗെയിമിംഗ് കമ്പനികൾക്ക് 28% GST ഏർപ്പെടുത്തിയ നടപടിയും യോഗത്തിൽ പുനഃപരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓൺലൈൻ ഗെയിമുകൾ, കാസിനോകൾ, കുതിരപ്പന്തയം എന്നിവയ്ക്ക് കൗൺസിൽ കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടന്ന യോഗത്തിൽ 28% നികുതി ചുമത്തിയിട്ടുണ്ടായിരുന്നു. GST നിരക്കുകൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഏകീകരിക്കണമെന്ന നിർദ്ദേശം കൂടി കൗൺസിൽ പരിഗണിക്കുന്നുണ്ട്. നിരക്കുകളിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് നിർദ്ദേശിക്കുന്നതിനായി ഉത്തർപ്രദേശ് ധനമന്ത്രി സുരേഷ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള പാനലിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. വളരെ നിർണായകമായ ഒരു യോഗം തന്നെയാണ് GST കൗൺസിൽ ചേരാൻ പോകുന്നത്. യോഗത്തിന്റെ അന്തിമ തീരുമാനം പെട്രോൾ, ഡീസൽ വിലയെ ഉൾപ്പെടെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.